ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതേ ഈ തെങ്ങ് കണ്ടോ, ഇതൊരു തൈത്തെങ്ങാണേ. പക്ഷേ ഇതേ കായ്കളൊക്കെ വളരെ കുറവാണെന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാം. വളരെ ഒന്നും രണ്ടോ അവിടെ എവിടെയൊക്കെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ തൈത്തെങ്ങിനെ എങ്ങനെ നമ്മുടെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയെങ്കിലും കിട്ടുന്ന പരുവത്തിലുള്ളതാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അതൊന്നും നടക്കത്തില്ലെന്ന്. പക്ഷെ നമുക്കൊന്ന് നടത്തിയെടുക്കണം. അങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നെ പോലെ വളരെ കുറച്ച് സ്ഥലം മാത്രമുള്ളവരും ഒന്നോ രണ്ടോ ഒക്കെ തെങ്ങുകൾ മാത്രമുള്ളവരും ഉണ്ട്. നമുക്കറിയാം ഈ അടുത്ത നാളിലായിട്ട് തേങ്ങയുടെ വില എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലായിരുന്നു. തേങ്ങയ്ക്കും അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കും. ഇനി വെളിച്ചെണ്ണയൊന്നും ആട്ടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് കറികൾക്കൊക്കെ ചേർക്കാനും മാത്രമുള്ള അത്യാവശ്യം തേങ്ങയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ, ഇതൊരു വലിയ കാര്യമല്ലേ. അതിനു വേണ്ടിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സാധാരണ കർഷകർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തെങ്ങിന് കൊടുക്കാനുള്ള മുഴുവൻ വളവും വർഷത്തിലൊരു 2 പ്രാവശ്യമായിട്ട് കൊടുക്കുന്നൊരു രീതിയാണ്. അതായത് നമ്മൾ മഴയെ മാത്രം ആശ്രയിച്ച് വളം കൊടുക്കുമ്പോഴും കൃഷി ചെയ്യുമ്പോഴും ഒക്കെയാണ് ഇങ്ങനെ ഈ 2 പ്രാവശ്യമൊക്കെ മാത്രമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ വളം 3 പ്രാവശ്യമായിട്ടോ 4 പ്രാവശ്യമായിട്ടോ ചെയ്തു കൊടുക്കാം. നമുക്ക് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ, അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ, അതുപോലെ ഡിസംബർ ജനുവരി, അതുപോലെ ഫെബ്രുവരി മാർച്ച്, ഇങ്ങനെ ഒരു 4 തവണയായിട്ട് വളം കൊടുക്കുകയും നമുക്ക് ചെയ്യാം. അത് കുറച്ചും കൂടെ ഫലവത്തായിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് ആ രീതിയിലുള്ളൊരു വളപ്രയോഗമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ തടമെടുക്കണം. തടമെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 മീറ്റർ, ചുവട്ടിൽ നിന്ന് ഒരു 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ വരെ ദൂരത്തിൽ വേണം നമ്മൾ തടമെടുക്കാൻ. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, തെങ്ങിൻ്റെ ഈ വളമൊക്കെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള വേരുകൾ കാണുന്നത് ചുവട്ടിൽ നിന്നും കുറച്ച് ദൂരെയായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ചുറ്റളവിൽ തടവെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഇതിന് പല പരിമിതികളുണ്ട്. കല്ല് ഒരു വശത്ത് ചെറിയൊരു ഷെഡ്, അങ്ങനെ കുറേ പരിമിതികളുണ്ട്. അപ്പം നമുക്ക് പറ്റുന്നത് പോലെ അകലത്തിൽ ഒരു ചെറിയ തടം ആദ്യം തന്നെ എടുത്തിടാം. ആദ്യം ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി ചുവടൊന്ന് തെളിച്ചെടുത്ത് ചെറിയൊരു തടം, വലിയ തടത്തിൻ്റെ പരിപാടിയൊന്നും ഇല്ല, ചെറിയൊരു തടം. ഇപ്പം ഏതൊരു വീട്ടമ്മയെ കൊണ്ട് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടി. അത്യാവശ്യം ഇവിടെ ഒന്ന് തെളിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും കുറച്ച് കുമ്മായവും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ടുള്ളതാണ് ഈ തടത്തിനകത്ത്. അപ്പം നമുക്ക് തടം വൃത്തിയാക്കിയിട്ട് വേണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ വട്ടം കുറച്ച് ഭാഗം ഇതേപോലെ, അവിടെ കല്ലൊന്നും ആയതുകൊണ്ട് നമുക്ക് അത്രയും ദൂരത്തിലേക്ക് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പറ്റുന്നിടത്ത് നമ്മളൊരു ചെറിയ തടം എടുത്തിരുക. നമ്മളിടുന്ന വളമെല്ലാം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തടവിടുന്നത്. അവിടെ വന്ന് തങ്ങി നിൽക്കും. തെങ്ങിൻ്റെ വേരുകൾ കുറച്ചും ദൂരത്തിലുമാണല്ലോ. അപ്പോൾ ആ തങ്ങി നിൽക്കുന്ന വളത്തിനെ അവർക്ക് കൃത്യമായിട്ട് വലിച്ചെടുക്കാനും പറ്റും. ഇതിൻ്റെ തടവെടുത്ത് ചെറിയൊരു ചാലൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുവാണേ. ഇനി നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇടുന്ന വളം എന്നാന്ന് കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ വളം ഇടാനായിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് കുറച്ച് ചാണകപ്പൊടിയുണ്ട്. ചാണകപ്പൊടിയുടെ പുറത്തോട്ട് നമ്മൾ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് വെച്ചിട്ടുണ്ട്, കുറച്ച് വേപ്പിൻ പിണ്ണാക്കുണ്ട്, കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഓരോ കിലോ വെച്ചിട്ടാണ്. അതുപോലെ മണ്ണിര കമ്പോസ്റ്റ് 1 കിലോയാണ്. ചാണകപ്പൊടി ഇതിനടിയിലാണ്. കുറച്ച് ഏകദേശം ഒരു 1 കിലോ അല്ലെ 2 കിലോ ഒക്കെ വരെ കാണുമായിരിക്കും. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മേളിൽ കുറച്ച് സ്റ്റെറാമീലും അതിനടി ചാരമാണേ. നമ്മൾ ഇടുമ്പം കാണിക്കാം. ഇതിൻ്റെ അടിയിലോട്ട് കണ്ടോ, ഈ അടിയിലോട്ട് വരുന്നത് ചാരമാണ്. അപ്പോൾ ചാരവും അതുപോലെ സ്റ്റെറാമീലും കൂടെ ചേർത്ത മിക്സ്ചറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ തടത്തിന് ചുറ്റിനും ഏകദേശം ഒരേപോലെ വരത്തക്ക രീതിയിൽ നമുക്കതിനെ അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഈ വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ ഇടുന്നതേ കീടങ്ങളുടെ ശല്യം, ചെല്ലിയുടെയൊക്കെ ശല്യമൊക്കെ കുറയാനും ഒക്കെ നല്ലതാണ് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത്. വേപ്പിൻ പിണ്ണാക്ക് ചുവട്ടിലിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ തെങ്ങോലകളുടെ കവിളുകളിലും നമുക്കിതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വേപ്പിൻ പിണ്ണാക്കും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ ഈ കൊമ്പൻ ചെല്ലിയുടെയൊക്കെ ശല്യം കുറയും. നമ്മൾ പറ്റുന്നത്ര അകലത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഒരു ദൂരത്തിൽ മാത്രമേ, തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തിലുള്ള വേരുകൾക്ക് മാത്രമാണ് വളം നന്നായി വലിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. അടിവശത്ത് ഇട്ടിരുന്നത് ചാരമാണ്. ഇതിൻ്റെ അടിയിൽ ഇപ്പം സ്റ്റെറാമീലും ഉണ്ട്. അതിനെ നല്ലോണം കൂട്ടി ഇളക്കിയിട്ട് വേണം നമുക്ക് ഈ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാൻ.
നമ്മൾ ഈ കൊടുക്കുന്ന വളത്തിൻ്റെ ഗുണമൊക്കെ കിട്ടണമെങ്കിൽ ഒരു 2-3 മാസം എടുക്കും. അപ്പോൾ നമുക്കൊരു 2-3 മാസം കഴിയുമ്പോൾ നമ്മളിട്ട വളത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ അങ്ങ് കുടഞ്ഞിട്ടാൽ മതി. ഇനി ഈ വളം ഇട്ടതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ? ഇത് കുറച്ച് എപ്സം സോൾട്ടാണ്. ഇതൊരു 100 ഗ്രാം ഒക്കെ വരുമായിരിക്കും. ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. എന്താ കട്ട പിടിച്ചിരിക്കുകയാണ്. എടുത്തുകൊണ്ടിരാനുള്ള സൗകര്യത്തിന് ഞാൻ കട്ട എടുത്തുകൊണ്ട് വന്നതാണ്. ഇങ്ങനെ അങ്ങോട്ട് നല്ല പൊടിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് ഇത് കുറച്ച് ബോറോണാണ്. അപ്പം ബോറോണ് അല്ലെ ബോറിക് ആസിഡ് അല്ലെ ബോറോണിൻ്റെ ഓക്സൈഡോ അങ്ങനെ എന്തെങ്കിലും മതി. ബോറോണിൻ്റെ ഒരു സാധനം കൂടെ ഇതിനകത്തോട്ട് ചേർക്കും. അതെന്തിനാ ഇങ്ങനെ ചേർക്കുന്നതെന്നറിയോ? ഈ വെള്ളയ്ക്ക ഈ തെങ്ങിന് എപ്പോഴും പൂക്കുകയും ചെറിയ ചെറിയ മച്ചിങ്ങ ഉണ്ടാവുകയും ചെയ്താലും അവരങ്ങ് പൊഴിഞ്ഞു പോകും തേങ്ങയാകാതെ. അപ്പം അങ്ങനെ വരാതിരിക്കാനും അതുപോലെ തേങ്ങയ്ക്ക് നല്ല ഷേപ്പ് കിട്ടാനും തേങ്ങയ്ക്ക് നല്ലോണം ഉള്ളുണ്ടാകാനും ഒക്കെ വേണ്ടുന്ന ഒരു ഉപമൂലകമാണ് ബോറോൺ. അപ്പം ഞാൻ ബോറോൺ കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം ഉണ്ടോ? ഇത് അല്ല, എന്താണെങ്കിലും ഒരു കുറച്ച് ബോറോണും എടുത്തിട്ടുണ്ട്. 1/2 കിലോ വരെ നമുക്ക് എപ്സം സോൾട്ട് കൊടുക്കാം. എപ്സം സോൾട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തെങ്ങോലകളൊക്കെ മഞ്ഞയ്ക്കല്ലേ മഞ്ഞളിപ്പ് വന്നിട്ട് അത് ഉണങ്ങി പോകുന്ന പോലെയുള്ള ഒരു രോഗം തെങ്ങിന് വരാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്സം സോൾട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ തെങ്ങിൻ്റെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ ഈ വളം ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. എവിടെയാണോ തെങ്ങ് നന്നായിട്ട് വളം വലിച്ചെടുക്കുന്ന വേരുകൾ കാണുന്നത് ആ ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ? അപ്പം ഞാൻ ഇത്രയും ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ? ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ പച്ചിലകളോ അല്ലെങ്കിൽ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ തൊണ്ട് കമത്തി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ഈ വളത്തിനെ നമ്മളൊന്ന് മൂടിക്കൊടുക്കണം. മുകളിലൊരു 1 കൊല തേങ്ങ ഉണങ്ങിയത് കിടപ്പുണ്ടേ, അത് വെട്ടാന്നോർത്തോണ്ടുള്ള കയറ്റമാണ് ഈ കാണുന്നത്. ചെറിയ തൈത്തങ്ങ് ആയതുകൊണ്ട് നടക്കും. എത്ര 2, 4, 5 തേങ്ങ ഉണ്ട് ആ കൊലയിൽ. 50, 100 ഒക്കെ ഉള്ളതാണ് സാധാരണ തെങ്ങിൻ്റെ കൊലയെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കിട്ടൽ. ഇവനെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം ശരിക്കും പറഞ്ഞാൽ. ഇനി നമുക്കിത് ഇതുപോലെ പച്ചിലകൾ കണ്ടോ? ഈ തെങ്ങിൻ്റെ തന്നെ കുറച്ച് ഇലയുണ്ട്, അതൊക്കെ നമുക്ക് വെട്ടി ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേറെ ഏതെങ്കിലും ഒക്കെ പച്ചിലകളുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് തെങ്ങിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം. തെങ്ങിന് ശരിക്കും വേണ്ടത് ചോട്ടിൽ നല്ല തണുപ്പും നനവും. വളമൊക്കെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ പറ്റുന്നത്ര നമുക്കിവിടെ ഉള്ളതുപോലെ കുറച്ച് പച്ചിലകളൊക്കെ ഇട്ട്, വാഴയൊക്കെ വെട്ടുന്ന സമയത്താണെങ്കിൽ അതെല്ലാം മുഴുവനും നമുക്ക് വെട്ടി നുറുക്കി ഇതുപോലെ നമുക്ക് തെങ്ങിൻ്റെ തടങ്ങളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അങ്ങനെയെല്ലാം തന്നെ നോക്കണം, എന്നാലേ നമ്മുടെ തെങ്ങിൽ നിറയെ തേങ്ങ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്നാണെന്നറിയോ? നല്ല പോലെ ഇതിൻ്റെ ചുവട് നനച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഇതുപോലെ തന്നെ നല്ല പോലെ നനച്ചു കൊടുക്കും. അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത വളം നല്ലവണ്ണം അഴുകി അലിഞ്ഞ് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിനുള്ളതായിട്ട് മാറുകയും ചെയ്യും. കണ്ടോ? അപ്പം അത്യാവശ്യം ചെറിയൊരു വളപ്രയോഗമാണ് നമ്മളിന്ന് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വളമിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വലിയ ഓസ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ബക്കറ്റിനകത്ത് കോരി കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ചെറിയ ഓസ് വെച്ചിട്ടോ തെങ്ങിൻ്റെ ചുവട് നല്ലോണം നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു കായ്ക്കാത്ത അല്ലെങ്കിൽ കായ്ഫലം കുറവുള്ള തെങ്ങിനെ പോലും നമുക്ക് നല്ലോണം വിളവ് തരുന്ന നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത്ര തേങ്ങയെങ്കിലും കിട്ടുന്ന തരത്തിലുള്ളതാക്കി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.